സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് അരങ്ങ് തകർക്കുമ്പോൾ ഏവരും നന്ദി പറയേണ്ട ഒരു വിഭാഗമുണ്ട്. ശുചീകരണ തൊഴിലാളികളാണ് അവർ. രാവും പകലും എന്നില്ലാതെ വേദികളും പരിസരവും വൃത്തിയാക്കുകയാണിവർ. ബിജു, സജീവ്, മുത്തുകുമാർ, മായ, വിമല എന്നിവരെല്ലാം പുലർച്ചെ മുതൽ തന്നെ കലോത്സവ വേദിക്കരികിലുണ്ട്. മഴ പെയ്ത് പലയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് ഇവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. ആയിരങ്ങളെത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരി ഓരോ നിമിഷവും ക്ലീനായി പരിപാലിക്കുക എന്നതാണ് ഇവരുടെ ചുമതല. കൊല്ലം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളാണ് എല്ലാവരും. ഇപ്പോൾ ഇവിടെ കലോത്സവം ഉണ്ട്. 5 മണിയായപ്പോൾ ഇവിടെ എത്തി എല്ലാവരും ജോലിക്കാർ. ഇവർ വേറെ ട്യൂഷൻകാരെ ഇപ്പോൾ വിളിപ്പിച്ച അതാണ് അവർ ഈ സമയത്ത് വന്നത്. ഞങ്ങൾ ബാക്കിയുള്ള ഇവിടുത്തെ ട്യൂഷൻകാർ 5 മണി 4 മണിക്കല്ല 4:30 ആകുമ്പോൾ വന്നാലേ 5 മണിക്ക് ജോലിക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ. സ്കൂൾ കലോത്സവം അടിപൊളിയാണെന്നാണ് വിമലേച്ചി പറയുന്നത്. അടിപൊളിയാണ്. മഴയില്ലാക്കി കൊള്ളാറ്. മഴ ഉണ്ടായിരുന്നുള്ളൂ രാത്രി. അല്ലാതെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ പുലർച്ചെ മുതൽ ഉച്ച വരെയാണ് ഇവരുടെ ജോലി സമയം. സ്കൂൾ കലോത്സവമായതിനാൽ ഏത് സമയവും ഇവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. 3 ഷിഫ്റ്റായാണ് ശുചീകരണ തൊഴിലാളികളെ സജ്ജമാക്കിയിട്ടുള്ളതെന്ന് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആഷ്ലി പറഞ്ഞു. അതാത് സമയത്ത് തന്നെ വീഴുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ളൊരു നടപടികളാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാവരും കൂടെ മിക്സ് ചെയ്തിടുന്നു. നമ്മുടെ പൊതുജനങ്ങൾ ആ ഒരു കൾച്ചറിലേക്ക് പോകുന്നില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മെയിനായിട്ട് കൊണ്ടിടുന്നത്. അപ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മഴയും വെയിലുമൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. കൊല്ലം ക്ലീൻ ആണെന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയവർ പറയണം. ആ ആഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ. കൊല്ലം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ഉഷാറാണ്. അവർ രാവിലെ മുതൽ തന്നെ ഈ പരിസരം വൃത്തിയാക്കുന്ന ജോലികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഡ്യൂട്ടി സമയമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഏതു സമയത്തും ഇവർ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറുമാണ്. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, കൊല്ലം.